പ്രശാന്താടെ കൂടെ ഫസ്റ്റ് വർക്കും ഷാഫിക്കാടെ കൂടെ വരുന്ന ഫസ്റ്റ് വർക്കാണ്. അതുപോലെ തെക്കിലേക്കാനും ഇൻ ബിറ്റ്വീനാണ് ഇഷാമ ഒരു പെരുന്നാൾ സോങ് ചെയ്തത്. നമുക്കൊന്ന് വീഡിയോ ആക്കിയാലോ എന്നുള്ളതാണ്. ഹനാനാണ് ഇപ്പോഴത്തെ എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറയിലെ സംഗീതത്തിൽ ഞാനെങ്കിൽ നടുക്ക് നിൽക്കുന്ന ഒരാളാണ്. ആൽബം വഴി ഞങ്ങൾ സ്റ്റോറി ബേസ് ചെയ്തിട്ടാണ് പാട്ടുകൾ മിക്കവാറും പണ്ട് സിനിമയിൽ നമുക്ക് സാധിക്കാത്തതുകൊണ്ട്. പെരുന്നാൾ കളറാക്കാൻ ഒരു വമ്പൻ ഐറ്റം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണെന്നതിന് പുറകിലെന്നറിയണ്ടേ? ഷാഫി കൊല്ലം, ഹിഷാം അബ്ദുൽ വഹാബ്, സക്കറിയ, ഹനൻ ഷാ. ഞാൻ കൂടുതൽ വിവരങ്ങളൊന്നും പറഞ്ഞ് ഞാൻ എന്റെ സർപ്രൈസ് കളയുന്നില്ല, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഷാദി മസ്തിയായിരുന്നു കഴിഞ്ഞ പെരുന്നാൾ തൂക്കിയ ഒരു ഐറ്റം എന്ന് പറയുന്നത്. ഈ പെരുന്നാളും കൂടെ തൂക്കാനുള്ള ഒരു ഐറ്റം ആയിട്ടാണ് വരുന്നത്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? വളരെ നല്ലൊരു വർക്കാണ്. അതായത് ഞാൻ ഫസ്റ്റ് ടൈമാണ് സക്കറിയക്കാരുടെ കൂടെ കൊളാബറേറ്റിംഗ് വന്നത്. ഷാഫിക്കാണെങ്കിൽ ദശങ്ങളുടെ കൂടെ ഇപ്പോൾ തമിഴിൽ ഫസ്റ്റ് സിനിമയിൽ പാടി മനസ്സിനോർന്നുള്ള കടപ്പിലെ ഇന്ദിരാന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പാടി. അപ്പോൾ അതിനുശേഷം പ്രശാന്താടെ കൂടെ ഫസ്റ്റ് വർക്കും ഷാഫിക്കാരുടെ കൂടെ വരുന്ന ഫസ്റ്റ് വർക്കാണ്. അതുപോലെ തെക്കിലേക്കാനും ഇത്രയും കാലത്ത് എക്സ്പീരിയൻസ് ഉള്ള ഇത്രയും ഫീൽഡിൽ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഡയറക്ടേഴ്സായിട്ടും മ്യൂസിക് ഡയറക്ടേഴ്സായിട്ടും വർക്ക് ചെയ്യാൻ പറ്റുന്ന തന്നെ ഈ ചെറിയ പ്രായത്തിൽ വലിയൊരു ഭാഗ്യമായിട്ട് കിട്ടുന്നത്. അപ്പം ആൾക്കാർക്ക് ഇഷ്ടമാവും വിചാരിക്കുക. ലക്കടിയൊക്കെ വളരെ നല്ല രീതിയിൽ പാട്ടാണെങ്കിലും ലിറിക്സ് ആണെങ്കിലും അവരവരുടെ മോസ്റ്റ് എഫേർട്ട് ഇട്ടിട്ട് ഇപ്പോഴാണ് രശാന്തിയാണെങ്കിലും ഷാഫിക്കാണെങ്കിലും അപ്പോൾ അതിൽ ചെറിയ പോർഷനാണ് പാടാൻ പറ്റിയത്. സംഭവം എല്ലാവർക്കും ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. പെരുന്നാളാകുമ്പോൾ പാട്ട് വരും, എല്ലാവരും കേൾക്കുക. ഷാഫിക്ക, ഈ ജെൻസി പിള്ളേരുടെ കൂടെയുള്ള ഒരു ഇതെങ്ങനെയുണ്ട്? ഇപ്പൊ കുറെ വേദികളിലൊക്കെ പുതിയ പിള്ളേരുടെ ഇടയിലാണല്ലോ. ഇടയിൽ നിന്നല്ല, അവരുടെ ആരാധകരുടെ കൂട്ടത്തിലാണ് ഞാൻ. ഇവരൊക്കെ ആസ്വദിക്കുക, എങ്ങനെയാണ് പുതിയ കാലത്തെ ആസ്വാദകർക്ക് വേണ്ടി പാട്ടുകൾ ചെയ്യുന്നത് ഞാൻ പഠിക്കുന്ന ഇവരെ നോക്കി പഠിക്കാൻ. ദശാമിന് വളരെ ചെറുപ്പത്തിലെ സൗദിയിലായിരുന്നു ശ്യാം ഫാമിലിയൊക്കെ. അപ്പോൾ ഞാൻ അവിടെ പ്രോഗ്രാം തോന്നുന്നതൊക്കെ ചങ്ങാട്ട് പരിചയം. അങ്ങനത്തെ ആള് പിന്നീട് വലിയ ലെവലിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന മ്യൂസീഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇപ്പോൾ എണ്ണം പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ വെറുതെ പറയുന്നുണ്ടല്ലോ, അറിയാലോ, എന്നൊക്കെ റിയാലിറ്റി അറിയാം. ആ ആളാണ് ഈ പാട്ട് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനൊരു ഫ്രെയിം ഉണ്ടാക്കിയതിന് ശേഷം എന്നോട് അപ്പിക്കതിൻ്റെ ലിറിക്സ് ചെയ്താണെന്ന് പറഞ്ഞു. ഞാൻ നോമ്പിന് അവിടെ പോയിരുത്തും എഴുതി. ഞാൻ പിന്നെ ഓപ്ഷൻസ് പല വിധ ചാപ്സുകളൊക്കെ നടത്തി. അതിനകത്ത് നെക്രിയ അതിനിടയിൽ ഒന്ന് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ സാധാരണ ആൽബം വഴി ഞങ്ങൾ സ്റ്റോറി ബേസ് ചെയ്തിട്ടാണ് പാട്ടുകൾ മിക്കവാറും പണ്ട് സിനിമയിൽ നമുക്ക് സാധിക്കാത്തതുകൊണ്ട് ഈ ചെറിയ ആൽബം വീഡിയോയിലൂടെ കഥകളൊക്കെ പറഞ്ഞു പോയിട്ടില്ല. പക്ഷെ അതിനേക്കാളൊക്കെ സിനിമാറ്റിക്കായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിൻ്റെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വിഷ്വൽ ട്രീറ്റ് കൂടി ആയിരിക്കും എനിക്ക് ഉറപ്പുണ്ട്. പെരുന്നാൾ കളറാകുക മാത്രമല്ല, നമ്മൾ തന്നെ സീസൺ ബേസ് ചെയ്തിട്ടല്ല ഇതിനകത്തൊരു നല്ലൊരു മെസ്സേജ് പോകുന്നുണ്ട്. അപ്പോൾ അത് ലൈഫ് ലോങ് മനുഷ്യന്മാർക്ക് കേൾക്കുമ്പോൾ അതിനകത്തുനിന്ന് ഒരു ഊർജം കിട്ടാനുണ്ട്. അതേതായാലും പാട്ട് കേട്ടും കണ്ടും ആളുകൾ തീരുമാനിക്കട്ടെ. ഹനാൻ്റെ കൂടെ മുന്നിപ്പത്തെ ഇഷാമിൻ്റെ കൂടെ സേക്രിയൻ്റെ കൂടെ ഒരു വർക്കിൽ പങ്കെടുക്കാൻ സാധിച്ചതിൻ്റെ ചാരിതാർത്ഥ്യത്തോടെ ഞങ്ങൾ പ്രിയപ്പെട്ട ആസ്വാദകർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഹിഷാംക, ഇപ്പൊ ഹനാൻഷാനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ഷാഫിഖാനെ കുറിച്ചും ഞാൻ പറയേണ്ടതില്ല. അപ്പൊ ഇങ്ങനെ ഒരു ടീം വരുന്നു. സക്കറിയുടെ സിനിമകൾ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു വലിയൊരു കോംബോയില് ഹിഷാംക അതിന്റെ മ്യൂസിക് ചെയ്യുന്നു. എങ്ങനെയാ പ്രതീക്ഷ? ഞാൻ സത്യം പറഞ്ഞ ഒരു 10 വർഷം മുമ്പ് സാമി യൂസുഫ് സാമി യൂസുഫ് നിർമ്മിച്ച സൂഫി ആൽബം കഥം പഠിക്കുക എന്ന് പറഞ്ഞ ആൽബം റിലീസ് ചെയ്തിരുന്നു. ഇന്ത്യ തന്നെയാണ് എക്സ്ക്ലൂസിവിറ്റി ന്യൂസ് പുറത്തു കൊടുത്തത്. അതിനുശേഷം ഞാൻ ചെയ്യുന്ന ഒരു സൂഫി പാട്ടാണ്. ഒരു നിമിത്തമായിരുന്നു. ഈ പാട്ട് കമ്പോസ് ചെയ്തതിനു ശേഷം സക്രിയക്കാരെ അയച്ചു കൊടുക്കുകയും സക്രിയക്ക് അത് സംവിധാനം ചെയ്യാമെന്ന് പറയുകയും ലിറിക്സ് ഷാഫിഖാനെ ഞാൻ സമീപിക്കുന്നു. ഷാഫിഖ ഇതിൽ ഇല്ലാവുന്നു. ഹനാന്റെ ഒപ്പം വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഹനാൻ വരുന്നു. അങ്ങനെ ഇതെല്ലാം ഒറ്റ ഒരു നിമിത്തം പോലെ സംഭവിക്കായിരുന്നു. നമുക്ക് പ്രൊഡക്ഷനിലോട്ട് ഇറങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, മ്യൂസിക് വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യാൻ. അങ്ങനെ ഞാനും വൈഫ് ഐഷയും കൂടെ ഒരു ബാനർ, ആച്ചൂസ് പ്രൊഡക്ഷൻ്റെ ബാനറിൽ ആദ്യമായി നിർമ്മിക്കുന്ന ഒരു മ്യൂസിക് വീഡിയോ കൂടിയാണ്. അപ്പം എന്തുകൊണ്ടും അഭിമാനവും സന്തോഷവും ഒക്കെ നിറഞ്ഞൊരു സമയമാണ് ഇപ്പോൾ. പിന്നെ പ്രത്യേകിച്ച് പെരുന്നാളിനോടനുബന്ധിച്ച് പെരുന്നാൾ സ്പെഷ്യലായിട്ടുള്ള ഒരു മ്യൂസിക് വീഡിയോ ഇറക്കണം എന്ന് നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തിന്റെ ഒരു സമാപനമായിരിക്കും ഈ പാട്ട്. ഷാഫിഖ് നേരത്തെ ചെയ്തിട്ടുള്ള പാട്ടുകളുടെ ഒക്കെ വരികൾ മുൻപ് എഴുതിയിട്ടുണ്ടല്ലോ, അതിന്റെ ഒരു പ്രോസസ്സ് പോലെ തന്നെയാണ് ഇപ്പോൾ ഉള്ള ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ? ഇപ്പോ ലിറിക്കൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് പണ്ട് തുടക്കകാലത്ത് ഞാൻ ഉപയോഗിച്ച ആ സ്റ്റൈലാണ് ഇപ്പോൾ ഉള്ളൂ.
ഇടക്കാലത്ത് അതിൽ സാഹിത്യമില്ല, അല്ലെങ്കിൽ ഇത് ഗദ്യരൂപം മാത്രമായിപ്പോയി എന്ന് പറഞ്ഞിട്ട് കുറെ പരാതികൾ പൈങ്കിളി എന്നൊക്കെ ഞാൻ കേട്ടു. ഇന്ന് ആരും പൈങ്കിളി എന്ന് പറയുന്നില്ല. ഇന്നിപ്പോ ഹൃദയം സംസാരിക്കുന്നത് എന്താണോ അതൊക്കെ പാട്ടാണ്. ആ ടൈപ്പിൽ ഈ ബീറ്റുകൾക്കും അതുപോലെ അതിന്റെ പ്രോഗ്രാമിംഗ് സ്റ്റൈൽ ആണ് പ്രാധാന്യം. അതായത് റാപ്പിന്റെ നല്ല ഒരു സ്വാധീനം ഈ പാട്ടുകൾക്ക് വന്നിട്ടുണ്ട് പുതിയ കാലത്തിൽ. അത് സിനിമാ പാട്ടുകൾക്കായാലും നിങ്ങൾ എവിടെ എടുത്ത് നോക്കിയാലും പോയ കാലത്തെ പാട്ടുകളൊക്കെ ഇപ്പോൾ AI ഉപയോഗിച്ചും അല്ലാണ്ടൊക്കെ ആളുകൾ പുതിയ പാറ്റേണിലേക്ക് പുതിയ റിതം സ്റ്റൈല് കൊണ്ടുവന്നിട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ജനകീയമാകുന്നുണ്ട്. ഈ പണി 2006 കൃത്യമായി ഞാനെടുത്തിട്ട് ദിൽഹെ ഫാത്തിമ എന്നാണ് എൻ്റെ പേര്. പോയ കാലത്തെ മിസ്റ്റർ രാജ മൂസഖാന്റെ അങ്ങനെ ഷെരീഫ് ഖാന്റെ ദർജപ്പ് മോളന്റെ താജുക്ക ചൂടോടെ അന്ന് പാടി വെച്ച ഫാത്തിമ, അതുപോലെ രാവതിക്കണ നേരമായി ഷാനുവിന്റെ പാട്ട്, പിന്നെ എൻ്റെ കുറച്ച് പാട്ട് നിലവേ ഒന്ന്, ഇതെല്ലാം കൂടെ ചേർത്ത് ഞങ്ങൾ അന്ന് പരീക്ഷണം നടത്തിയതിൻ്റെ ഒരു വേറെ ലെവൽ ഹെവി പോർഷനാണ്. അപ്പൊ അന്ന് പക്ഷെ ഇത് ആസ്വദിക്കാൻ ആളുകൾ പെട്ടെന്ന് തയ്യാറായിട്ടില്ല. ഇതെന്താണ് ഇത് എന്നുള്ളൊരു ഡൗട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. രാജാ സാറിന്റെ പാട്ടുകൾ കേട്ടോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ റഹ്മാൻ സാർ, ഞാൻ ഉദാഹരണം പറയല്ല, ഓഡിയൻസിന്റെ ഒരു ടേസ്റ്റ് പറയാം. റഹ്മാൻ സാറിന്റെ പാട്ടുകൾ ചിക്കുപ്പുക്കൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് ഞാനും അന്ന് ആസ്വാദകനാണ്, പെട്ടെന്ന് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രയാസം ഉണ്ടായിരുന്നു. പിന്നീട് അതിലങ്ങ് ലയിച്ചു പോവുകയാണ് ചെയ്തത്. അതുപോലെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ വന്ന് അവർക്ക് നമ്മൾ ആ തുടക്കകാലത്ത് ചെയ്തതിന്റെ ഗുണം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുള്ള കുറച്ച് ആസ്വാദകർ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി. എനിക്ക് പിന്നീട് അത് തുടരാൻ കഴിഞ്ഞില്ല. അതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിർമ്മാതാക്കൾ മുഴുവൻ ആൽബം ചെയ്യാൻ വരുമ്പോൾ ചെറിയ ലോ കോസ്റ്റിൽ ചെയ്യാൻ വരും. അപ്പൊ പിന്നെ നമുക്ക് ഈ വലിയ പരിപാടി പിടിക്കാൻ സാധിക്കൂല. ഇന്നിപ്പോ അങ്ങനെയല്ല. ഇന്ന് ഇവര് വന്നുകൊണ്ട് നമുക്ക് രണ്ടാമതും വന്ന് ഇതിനകത്ത് ഇവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അത് വലിയ സന്തോഷമാണ്, അഭിമാനമാണ്. ബാക്കിയെല്ലാം പിന്നെ പാട്ടിന്റെ ഒറിജിനൽ മുതലാളി പറയട്ടെ. പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള ഒരു ഉറപ്പ് എന്താ? തീർച്ചയായിട്ടും ഇത് ഇനി വരുന്ന തലമുറ, ഷാഫിക്ക പറഞ്ഞ പോലെ കഴിഞ്ഞൊരു 10-20 കൊല്ലമായിട്ട് ഷാഫിക്ക സഞ്ചരിക്കുന്നുണ്ട് മ്യൂസിക്കില്. ഞാനാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറയിലെ സംഗീതത്തിന് ഞാനതിന് നടുക്ക് നിൽക്കുന്ന ഒരാളാണ്. അതോടൊപ്പം സക്രിയാക്കാരുടെ ഡയറക്ഷനിലൂടെ ഈ പാട്ട് പുറത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും വളർന്നു വരുന്ന മ്യൂസീഷ്യൻസിനും ആർട്ടിസ്റ്റിനും ഒക്കെ ഒരു നല്ല ഇൻസ്പിറേഷണൽ വീഡിയോ ആയിരിക്കും ഈ പാട്ട്. ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ സിനിമയിലും സംഗീതം ചെയ്യുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ കൂടെയാണ്. പക്ഷെ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലേക്കും എല്ലാ കലാകാരന്മാർക്കും കടന്നു വരാൻ പറ്റുക എന്നുള്ളത് ഇപ്പോൾ അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറ. അതിലേക്ക് ഞാൻ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പൊ നമ്മള് ഡബ്സിയെ കാണുന്നുണ്ട്, എംചാറിനെ കാണുന്നുണ്ട്, ഹനാൻഷ തന്നെ സിനിമയുടെ ഭാഗമാകുന്ന ഒരു നേരത്തെ തെളിയിക്കപ്പെട്ട്. അപ്പൊ ആ ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന്റെ സാധ്യതകളെ കുറിച്ചും കൂടെ ഒന്ന് പറയാം. ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന് ഫ്രീഡം ഉണ്ട്, അതാണ് ഏറ്റവും വലിയ. നമുക്കിപ്പം ഈ നമ്മുടെ മ്യൂസിക് വീഡിയോ പറയാൻ ശ്രമിക്കുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ ഷാഫിക്ക എഴുതിയ വരികൾ, അതിന് നമുക്ക് പൂർണ്ണമായ ഫ്രീഡം ഉണ്ട്. സിനിമയിൽ ആ ഫ്രീഡം നമുക്ക് ഉണ്ടാവില്ല. കാരണം അത് കഥയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ സംഗീതവും വരിയൊക്കെ ഒരുക്കുന്നത്. ഈ മ്യൂസിക് വീഡിയോയിൽ പൂർണ്ണമായ ഫ്രീഡത്തോടു കൂടിയാണ് നമ്മൾ എല്ലാവരും വരുന്നത്. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മ്യൂസിക് വീഡിയോ, നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള രീതിയിലുള്ള മ്യൂസിക്. ഇപ്പം ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഒരു ഖവാലി സൂഫി സോങ് കമ്പോസ് ചെയ്യുന്നത്. കാരണം സിനിമയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിനോടനുസരിച്ചിട്ടുള്ള പാട്ടുകളാണല്ലോ കമ്പോസ് ചെയ്യുന്നത്. വീണ്ടും വീട്ടിലേക്ക് വരുന്ന ഒരു ഫീലാണ് സത്യം പറയാൻ തുടങ്ങിയിടത്തേക്ക്. തീർച്ചയായിട്ടും ഇതിന്റെ വീഡിയോനെ കുറിച്ച് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, എനിക്ക് എൻ്റെ ലൈഫിലെ കുറേ എലമെന്റ്സ് ഇതിനകത്ത് ഈ കഥ കേട്ടപ്പോൾ തോന്നി. അത് ഇവർക്കും ടച്ച് ചെയ്തിട്ടുണ്ടാവും, വിജയത്തിന് ടച്ച് ചെയ്തിട്ടുണ്ടാവും. മ്യൂസിക്കിൽ എന്നല്ല, ആർട്ട് പരമായിട്ട് മുന്നേറണം, മെയിൻ സ്ട്രീമിൽ എത്തണം എന്ന് ആഗ്രഹിച്ചിട്ട് പിന്നണിയിൽ മാത്രം പ്രവർത്തിച്ച ഒരു പ്രാദേശിക കലാകാരന്മാർ മാത്രമായി ഒതുങ്ങിപ്പോയ പലർക്കും ഒന്ന് അവരുടെ പോയ കാലത്തേക്ക് ഈ വിഷ്വൽ ക്രിയേറ്റ് കാണുമ്പോൾ അവർക്കും കൂടിയുള്ള ഒരു ട്രിബ്യൂട്ട് ആണ്. കാരണം ഒരു നാടൻ പ്രദേശത്ത് നിന്ന് കുറച്ച് ചെറുപ്പക്കാരുടെ ആഗ്രഹം വലിയ ലൈംലൈറ്റിലേക്ക് പര്യവസാനിക്കുന്നതിൻ്റെ ഒരു പുറത്തിയ നേരത്തെ സിനിമയിലെ കഥ പറയും പോലെ ആൽബം പറയാൻ പറ്റില്ല. ഞാനെപ്പോഴും പറയാനുണ്ട്, കപ്പൽ ഓടിക്കാൻ ഒരുപാട് പേരുണ്ടാവും സഹായത്തിന്, അതുപോലെ തോണി ഒറ്റയ്ക്ക് തൊഴിഞ്ഞു കൊണ്ടുപോകണം, 1-2 ആളെ ഉണ്ടാവുള്ളൂ. അതുപോലത്തെ ഒരു പ്രയാസമാണ് ആൽബം എന്ന് പറയുന്ന സാധനം. പക്ഷെ അതിനകത്ത് ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ ആശയങ്ങളെ പറഞ്ഞ് അത് ജനങ്ങളെ മനസ്സിലെത്തിക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ബ്രില്യൻസിനാണ്. ഡയറക്ഷൻ അത്രമേൽ നന്നായിരിക്കണം, അപ്പോഴാണ് ആൾക്കാർ കഥ കൊണ്ടാക്കുന്നത്. ഇത് എല്ലാവരുടെയും ലൈഫ്, അതായത് കലാരംഗത്ത് നമ്മൾ മദ്രസകളിലൊക്കെ നബിദിനത്തിനൊക്കെ പാട്ട് പാടി
ഇനി എനിക്ക് എന്തെങ്കിലും ആയി മാറണം, ഒരു സിംഗറാവണം, അല്ലെങ്കിൽ ഒരു ഡയറക്ടറാവണം, അല്ലെങ്കിൽ ഒരു ആക്ടറാവണം എന്നൊക്കെ വിചാരിച്ച് ചെറുപ്പം മുതൽ പ്രാദേശികമായി കലാപ്രവർത്തനങ്ങൾ നടത്തി പിന്നീട് പൊലിഞ്ഞു പോയ പലരും ജീവിത സാഹചര്യങ്ങളെ കൊണ്ട് പ്രവാസത്തിലോട്ടും മറ്റൊക്കെ ഉള്ളത് എനിക്ക് നേരിട്ടറിയാം. ഇന്ന് അവരുടെ ഉള്ളിൽ ആ കലാകാരൻ ഇങ്ങനെ ശ്വാസം മുട്ടി നിൽക്കുന്നത് അവർക്കൊക്കെ ഒരു എന്താ അവർക്കൊക്കെ connect ചെയ്യും. പറയുക ഒരു വിഷ്വൽ ട്രീറ്റ് കൂടി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഡയറക്ടറെ കുറിച്ചും കൂടെ പറയണ്ടേ? പിന്നെന്താ, തീർച്ചയായിട്ടും സക്കരി, അതല്ലേ ഞാൻ പറഞ്ഞത്, സക്കരിയാന്റെ കൂടെ ഒരു വർക്കിൽ വരാൻ പറ്റുന്നത് ഞാൻ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നത്. കാരണം ഒന്നാമത്തെ സിനിമ കൊണ്ട് തന്നെ മണ്ണിന്റെ മണമുള്ള മനുഷ്യരല്ല, പ്രത്യേകിച്ച് മലപ്പുറത്തിന്റെ നൈർമല്യം എന്താണെന്നൊക്കെ കാണിച്ചു. ഇവിടുത്തെ ഒരു കൾച്ചർ പലരും പലപ്പോഴും പല രാഷ്ട്രീയ ലാഭത്തിന്റെ പേരിലൊക്കെ അല്ല നേട്ടത്തിന് വേണ്ടി കുറച്ച് ആളുകളുടെ കയ്യേറി കിട്ടാൻ വേണ്ടി മലപ്പുറം പ്രത്യേകം എടുത്തിട്ട്, അതായത് ഇവിടെ എന്തെങ്കിലും ഈ ജില്ലയിൽ എന്തെങ്കിലും ഒരു, എൻ്റെ കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിലെ പ്രശ്നം നടന്നാൽ കൊയിലാണ്ടിന്റെ പ്രശ്നം എന്നേ കാണുള്ളൂ. മലപ്പുറം ജില്ലയുടെ ഏത് മുക്കിലും മൂലയിൽ എന്തെങ്കിലും പ്രശ്നം നടന്നാൽ പെട്ടെന്ന് പ്രശ്നമൊന്നും ആവണമെന്നില്ല, കല്യാണ വീട്ടില് പപ്പടം കിട്ടാണ്ടായി അത് അന്നേരം തന്നെ പരിഹരിക്കപ്പെട്ട പ്രശ്നമായിരിക്കും. പക്ഷെ അപ്പോൾ തന്നെ മലപ്പുറത്ത് വലിയ എന്തോ സംഭവം നടക്കാൻ പോകുന്നത്. ഞങ്ങൾ ഇതിന് മുമ്പ് അൽമൊയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെതിരെ ഒരു സാധനം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തിന്റെ ഏറ്റവും നല്ല വശം ഒരൊറ്റ സിനിമ ഉണ്ട്, സുഡാനി ഫ്രം നൈജീരിയ കൊണ്ട് പ്രേക്ഷകർക്ക് കാണിച്ചു തന്നെ ഈ ഇടിച്ചിരുത്തി നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു വലിയ സംവിധായകനാണ് അദ്ദേഹം. ഈ ചെറുതല്ല വലുതല്ല എന്ത് ചെയ്താലും അതൊരു കയ്യൊപ്പ് ചാർത്തിയ മനോഹരമായ ഒരു കൊണ്ടുപോലും കൂടി മൂപ്പറെ കരിയറിൽ ഉണ്ടാകുന്നു തോന്നുന്നു. നേരത്തെ ഞാൻ തുടങ്ങി വെച്ചൊരു ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ കാട്ടാളന്റെ ക്യാരക്ടർ പോസ്റ്ററൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പുറകെയാണ് വാഴ റിലീസാവുന്നത്, വാഴ 2. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ കണ്ട കമന്റ്സ് ഹാഷിർ വന്നപ്പോ ഇങ്ങനെ, പിന്നെ ഹനാൻഷ വന്നാൽ എന്തായിരിക്കും എന്നുള്ളതായിരുന്നു. അതിനോടുള്ളൊരു പ്രതികരണം എങ്ങനെ? ഞാൻ അവരൊരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്, അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് എനിക്ക് അത്രയും എനിക്ക് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. സോ ഒരു എൻ്റയർലി ഡിഫറെൻറ്റ് ഫീൽഡിൽ നിന്ന് ഞാൻ ജസ്റ്റ് കാട്ടാവ് ഇപ്പോൾ പ്രൊമോസ് ആകുന്നുണ്ട്, പിന്നെ വളരെ ചെറിയൊരു പാർട്ട് ഞാൻ ഇതിൽ ആദ്യമായിട്ട് പിച്ച് വെക്കുന്ന ആളാണ്. അപ്പോൾ ഒരിക്കലും അത് താരതമ്യം ചെയ്യാനുള്ളത് പോലില്ല. ഞാൻ എവിടെയോ കിടക്കണേ പോലെ എവിടെയോ കിടക്കും. അപ്പോൾ എല്ലാവരും കാണാൻ, ചെറുതാണെങ്കിലും നല്ല സിനിമയാണ് കാട്ടാളെ, അടിപൊളിയായിട്ട് വരും. ഒരുപാട് ആൾക്കാർ എഫേർട്ടാണ് ഒരു പടം. അതിൽ എന്നിലുപരി എന്നെക്കാൾ നല്ല റോൾ ചെയ്ത് വെച്ച ആൾക്കാരുണ്ടാവും. അപ്പോൾ പറയാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പെരുന്നാൾ കളറാക്കാനുള്ള ആ ഐറ്റത്തിന്റെ പിന്നിലെ ഈ പ്രവർത്തിക്കുന്ന നമ്മുടെ സംവിധായകനെ തന്നെ നമുക്ക് നേരിട്ട് കിട്ടിയിട്ട് ഇനി സംവിധായകനോട് നമുക്ക് നേരിട്ട് ചോദിക്കാം. നമുക്ക് സക്കറിയക്കാനെ പരിചയം നമുക്ക് സിനിമയിലെ സംവിധായകനായിട്ടാണ്. അപ്പൊ അതൊന്ന് മാറി ഒരു ആൽബത്തിലും കൂടി ഇനി സംവിധായകനായിട്ട് വരുന്നു. എങ്ങനെയാണ് പ്രതീക്ഷ? ശരിയാണ്, മ്യൂസിക് ആൽബം ആദ്യമായിട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പം ഇത് പെരുന്നാളുമായി ബന്ധപ്പെട്ട ഇതായതുകൊണ്ട് ഞാനും ഇഷാമും വേറൊരു പ്രൊജക്റ്റിൽ ഒന്നിച്ച് വർക്ക് ചെയ്ത് തുടങ്ങിയിരുന്നു. അപ്പം ഇൻ ബിറ്റ്വീനാണ് ഇഷാം ഒരു പെരുന്നാൾ സോങ് ചെയ്തിട്ടുണ്ട്, നമുക്കൊന്ന് വീഡിയോ ആക്കിയാലോ എന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒരു പെരുന്നാൾ പ്രോഗ്രാം ചെയ്ത് കളയാം എന്നുള്ള ഒരാഗ്രഹത്തിൽ ചെയ്തതാണ്. ഒരു പരിചയം എനിക്ക് തോന്നുന്നു ആൽബത്തിലൊരു പരിചയം എന്ന് പറയുന്നത് നേറ്റീവ് ബാപ്പയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ടും കൂടെ അതിന് മൊത്തം ഒരു പരിപാടി ഏറ്റെടുത്ത് ചെയ്യാണ്. അപ്പം അതിൻ്റെ കൂടെ ഹിഷാം ഉണ്ട്, ഹനാൻഷ ഉണ്ട്. അപ്പം അവരെല്ലാവരും കൂടെ വരുമ്പോൾ ഉള്ളൊരു ഇതെങ്ങനെയാണ്? ഉറപ്പായിട്ടും അതാണ് എന്നെ എക്സൈറ്റ് ചെയ്യിച്ച ഒരു കാര്യം. ഇഷാമിൻ്റെ കമ്പോസിങ്, പിന്നെ പാടുന്നത് ഹനാൻഷയും, പിന്നെ ലിറിക്സ് ചെയ്തിരിക്കുന്നത് ഷാഫി കൊല്ലം. അപ്പം ഇങ്ങനെയുള്ള എല്ലാ ചേരുവകളും വന്നപ്പം എനിക്കും തോന്നി ഒരു കഥ ഇതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന്. പിന്നെ എല്ലാ പെരുന്നാളിനും ഇപ്പോൾ ഞാൻ ജനിച്ചു വളർന്നത് പൂക്കാട്ടിരി എടയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം എല്ലാ പെരുന്നാളിനും എന്തെങ്കിലും ഒരു കലാപരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പം സിനിമയിൽ വന്നതിന് ശേഷം ഇടയ്ക്കൊക്കെയാണ് പങ്കെടുക്കാൻ പറ്റാറുള്ളത്. അപ്പം അതിന് പകരമായി ആ ഒരു ഓർമ്മ ഈ ഒരു മ്യൂസിക് വീഡിയോയിലൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. സിനിമയുടെ ഒരു പ്രോസസ്സ് നിന്ന് മാറിയിട്ടുള്ള ഒരു സംഗതിയാണല്ലോ അത്. നമുക്ക് കുറച്ചധികം ദിവസങ്ങൾ ഉണ്ടാവും, കുറച്ചും കൂടെ പണിയാണെന്ന് തോന്നുന്നു ഇതിനെ ആൽബം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ആ ഒരു പ്രോസസ്സും ഇതും കൂടെ നോക്കുമ്പോൾ എങ്ങനെ രണ്ടും കൂടെ വലിയ പ്രോസസ്സൊക്കെ ഒന്ന് തന്നെയാണ്. നമ്മൾ ഷൂട്ടിംഗ് സംവിധാനങ്ങൾ ഒരേ സംവിധാനങ്ങളാണ്. ലൈറ്റ് വേണം, ക്യാമറ വേണം, പിന്നെ നമ്മൾ സെറ്റ് ആവശ്യമുണ്ടെങ്കിൽ സെറ്റ് വേണം. പക്ഷെ കുറച്ച് സമയം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ. അതർവൈസ് എല്ലാ പ്രിപ്പറേഷനും ഒരേപോലെ തന്നെയാണ്. പിന്നെ പ്രേക്ഷകർ ഇതിന്ന് മാറി വേറെ വിശേഷം കൂടെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും എൽ ക്ലാസിക്കിനെ കുറിച്ചിട്ട്. എപ്പോഴായിരിക്കും എൻ്റെ റിലീസ് ഉണ്ടാവുക? ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ടോ? ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂസിൻ ഡയറക്റ്റ് ചെയ്യുന്ന മൂവി. അപ്പം ഈ വർഷം അവസാനം റിലീസ് പ്രതീക്ഷിക്കാം. പണികൾ കഴിഞ്ഞിട്ടില്ല. ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ പ്രേക്ഷകർക്ക് എന്ത് ഉറപ്പാണ് കൊടുക്കുന്നത് ഈ ഒരു ആൽബം വരുമ്പോൾ?
അങ്ങനെ ഉറപ്പ് ഒരു സെലിബ്രേഷൻ നമ്മളുടെയൊക്കെ ഒരു പെരുന്നാൾ ഓർമ്മകളിൽ ഉണ്ടാവുന്ന ഒരു സെലിബ്രേഷൻ. അതായത് ഇത് കുറച്ചും കൂടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടെയാണ്. പെരുന്നാൾ വരുമ്പോൾ എന്തെങ്കിലും കലാപരിപാടികൾ സംഘടിപ്പിക്കുക, നാട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതൊക്കെ അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലായിരിക്കും ഈ ആൽബത്തിലൂടെ ഉറപ്പ് വരുന്നത്.